ഒട്ടനവധി വിചിത്രവും അപകടകാരികളുമായ ചെടികളും സസ്യങ്ങളും നമ്മുടെ ഈ ഭൂമിയിലുണ്ട്. അത്തരത്തിൽ ജീവികളെ കെണിവെച്ച് കുടുക്കി അവയെ ഭക്ഷണമാക്കി ജീവിക്കുന്ന ചില വിചിത്രമായ ചെടികളെയാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ട്രോപ്പിക്കൽ പിച്ചർ. പിച്ചർ ചെടികളിൽ ഏറ്റവും വലുതായി വളരുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ടതാണ് ട്രോപ്പിക്കൽ പിച്ചർ. മലേഷ്യ, ചൈന, ഇന്തോനേഷ്യ എന്നിവിടങ്ങളിലെ കാടുകളിലാണ് ഇത് സാധാരണയായി കാണുന്നത്. കുരങ്ങുകൾ ഇതിൽ നിന്ന് മഴവെള്ളം കുടിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഇതിനെ മങ്കിക്കപ്പ് എന്നും വിളിക്കുന്നത്. ഇതിന്റെ അകത്ത് മധുരമുള്ള തേനും മിനുസമുള്ള മെഴുകുമുണ്ടാക്കുന്ന ഗ്രന്ഥികളുണ്ട്. തേനിന്റെ മണം പിടിച്ചു വരുന്ന പ്രാണികളും ചെറിയ ജീവികളും ഈ മെഴുകിൽ തെന്നി നീറിനകത്തേക്ക് വീഴും. പിന്നെ ആ ദ്രാവകം ഉപയോഗിച്ച് ചെടി ഇരകളെ ദഹിപ്പിച്ച് പോഷകങ്ങൾ വലിച്ചെടുക്കും. ബ്ലാഡർ വോർഡ്. വേരുകളില്ലാത്ത ഈ ചെടി വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകി നടക്കും. ഇതിന് പൂക്കളും ബലമുള്ള തണ്ടുമുണ്ട്. ഈ വിഭാഗത്തിൽ ഏകദേശം 220 തരം ചെടികളുണ്ട്. ഇതിനെ ഉട്രിക്കുലാരിയ എന്നും വിളിക്കും. വെള്ളത്തിനടിയിലുള്ള ഈ ചെടിക്ക് ഒരു കുമിള ട്രാപ്പുണ്ട്. ചെറിയ പ്രാണികൾ ഈ കുമിളയിൽ തൊടുമ്പോൾ അതൊരു സിഗ്നൽ നൽകും. അപ്പോൾ തന്നെ കുമിള തുറന്ന് ഇരയെയും വെള്ളത്തെയും ഒരുമിച്ച് ഉള്ളിലേക്ക് വലിച്ചെടുക്കും. പ്രോട്ടോസോവ പോലുള്ള ചെറിയ ജീവികളെ മാത്രമേ ഇതിന് ദഹിപ്പിക്കാൻ കഴിയൂ. ലോകത്തിലെ ഏറ്റവും വേഗമേറിയ ചെടിയായിട്ടാണ് ഇതിനെ അറിയപ്പെടുന്നത്. മോക്കസിൻ പ്ലാന്റ്. ഓസ്ട്രേലിയയിൽ ആദ്യമായി കണ്ടെത്തിയ ഈ ചെടിക്ക് മാംസം കഴിക്കുന്ന ചെടിയുടെ എല്ലാ സ്വഭാവങ്ങളുമുണ്ട്. ഇതിന്റെ മണത്തിൽ ആകൃഷ്ടരായി പ്രാണികൾ വരും. മോക്കസിൻ ആകൃതിയിലുള്ള ഇതിന്റെ കുടുക്കിൽ വീണാൽ പിന്നെ പതുക്കെ അവ ദഹിച്ചു പോകും. ഇതിന്റെ കുടുക്ക് അർദ്ധസുതാര്യമായതുകൊണ്ട് പുറത്ത് കടക്കാൻ ശ്രമിക്കുമ്പോൾ പ്രാണികൾ ആശയക്കുഴപ്പത്തിലാകും. മാംസം കഴിക്കുന്ന ചെടിയാണെങ്കിലും ഇത് പൂക്കളുള്ള ചെടികളുമായിട്ടാണ് കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. ജെല്ലീസിയ അഥവാ കോർക്ക് സ്ക്രൂ പ്ലാന്റ്. മറ്റുള്ള ചെടികളെപ്പോലെ ജെല്ലീസിയ പ്രാണികളെ വേട്ടയാടുന്നില്ല. ഇതിന്റെ പ്രധാന ഭക്ഷണം പ്രോട്ടോസോവ പോലുള്ള സൂക്ഷ്മജീവികളാണ്. ഇതിന്റെ ഇലകൾ വേരുകൾ പോലെ തോന്നിക്കുന്നതും നീണ്ടതും വിളറിയതുമാണ്. ഈ വിഷമുള്ള ചെടിക്ക് ഫോട്ടോസിന്തസിസ് നടത്താൻ മണ്ണിൽ പച്ച ഇലകളുണ്ട്. ആഫ്രിക്ക, മധ്യതെക്കേ അമേരിക്ക എന്നിവിടങ്ങളിലെ വെള്ളക്കെട്ടുള്ള പ്രദേശങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ട്രിഗർ പ്ലാന്റുകൾ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഈ ചെടി വളരെ സെൻസിറ്റീവാണ്. ഏതെങ്കിലും പ്രാണിയോ വസ്തുവോ ഇതിന്റെ പൂവിൽ വീണാൽ അത് പെട്ടെന്ന് പ്രവർത്തിച്ചു തുടങ്ങും. ഇതിന് 130-ൽ അധികം ഇനങ്ങളുണ്ട്. ഓസ്ട്രേലിയയിലും ഏഷ്യയിലെ ചില ഭാഗങ്ങളിലും ഇത് കാണപ്പെടുന്നു. ഇതിന് ദഹന എൻസൈമുകൾ സ്രവിക്കുന്ന ഗ്രന്ഥികളുണ്ട്. ഇതുപയോഗിച്ച് ഇരകളെ ദഹിപ്പിക്കുന്നു. വാട്ടർവീൽ പ്ലാന്റ്. ഈ ക്രൂരനായ ചെടി വെള്ളത്തിലെ ചെറിയ ജീവികളെയാണ് ഭക്ഷിക്കുന്നത്. ഇതിന് ഏകദേശം 6 ഇഞ്ച് നീളമുള്ള തണ്ടുകളും ട്രാപ്പുകളുമുണ്ട്. ട്രാപ്പിന് ഏകദേശം 2-3 മില്ലിമീറ്റർ വലിപ്പം മാത്രമേയുള്ളൂ. ഇതിന്റെ 2 ഭാഗങ്ങളും ഒരു സ്റ്റീൽ ട്രാപ്പ് പോലെ പെട്ടെന്ന് അടയും. ട്രാപ്പിലെ നേർത്ത രോമങ്ങളിൽ ഇരകൾ തൊടുമ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ ട്രാപ്പ് അടയും. ഇതിന് സ്വന്തമായി തലച്ചോറുള്ളതുപോലെയാണ് ഇത് പെരുമാറുന്നത്. ട്രൈഫിയോഫില്ലം. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ മാംസഭോജിയായ ചെടിയാണ്. ഐവറി കോസ്റ്റ്, സിയറ ലിയോൺ, ലൈബീരിയ എന്നിവിടങ്ങളിലാണ് ഇത് കാണപ്പെടുന്നത്. ഇതിന്റെ വലിപ്പമാണ് ഏറ്റവും വലിയ പ്രത്യേകത. മനുഷ്യരെപ്പോലും കുടുക്കാൻ കഴിവുണ്ടെങ്കിലും ഈ ചെടിയെക്കുറിച്ച് അധികം വിവരങ്ങളൊന്നും ലഭ്യമല്ല. ഇത് എന്ത് കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നതെന്ന് ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും അറിയില്ല. പക്ഷേ ഇതിന് ചെറിയ പ്രാണികളെ കഴിക്കാൻ കഴിയും. സൺട്യൂ. യൂറോപ്പിൽ കാണുന്ന ഈ പ്രാണികളെ ഭക്ഷിക്കുന്ന ചെടിയെ ഡ്രോസറ എന്നും വിളിക്കാറുണ്ട്. ഇതിന് 130ഓളം ഇനങ്ങളുണ്ട്. വേനൽക്കാലത്ത് ഇതിന്റെ നീളമുള്ള പൂന്തണ്ടുകളിൽ വെളുത്ത പൂക്കളുണ്ടാകും. ഇതിന്റെ രോമങ്ങളുള്ള ഇലകളിൽ ഒട്ടുന്ന ദ്രാവകവും ദഹന എൻസൈമുകളുമുണ്ടാകും. പശയിൽ ആകൃഷ്ടരായെത്തുന്ന പ്രാണികൾ ഇലയിലെ രോമങ്ങളിൽ കുടുങ്ങും. പിന്നീട് എൻസൈമുകൾ ഉപയോഗിച്ച് ചെടി പ്രാണികളെ ദഹിപ്പിക്കുന്നു. ദഹിക്കാത്ത ബാക്കിയുള്ളവ താഴെ വീഴുന്നു. എന്നിട്ട് ഇലകൾ അടുത്ത വേട്ടക്കായി വീണ്ടും തയ്യാറാകും. ട്രംപറ്റ് പിച്ചർ. ഈ പിച്ചർ ചെടി അമേരിക്കയിൽ കാണുന്ന സാറാസീനിയ കുടുംബത്തിൽപ്പെട്ടതാണ്. ഇതിന് തിളക്കമുള്ള പൂക്കളും മനോഹരമായ വരകളുള്ള ഇലകളുമുണ്ട്. ഇതിന്റെ ഇലകൾക്ക് എൻവലപ്പ് പോലെ ഒരു ആകൃതിയാണുള്ളത്. ഇതിൽ നിന്ന് വരുന്ന മധുരമുള്ള നീര് പ്രാണികളെ കുടുക്കിലേക്ക് ആകർഷിക്കുന്നു. ഇലകളിൽ ഒരു ദിശയിലേക്ക് മാത്രം നീങ്ങാൻ പറ്റുന്ന രോമങ്ങളുണ്ട്. കുടുക്കിന്റെ ആകൃതി കാരണം മഴവെള്ളം അകത്തേക്ക് പോകില്ല. അതിനാൽ ദഹനത്തിനുള്ള ദ്രാവകങ്ങൾ നേർന്നു പോകില്ല. അകത്ത് വീണാൽ പിന്നെ ഇര ദ്രാവകത്തിൽ ലയിക്കും. ചെടി പോഷകങ്ങൾ വലിച്ചെടുക്കും. ബ്രോക്കിനിയ റെഡക്റ്റ. മറ്റുള്ള സസ്യങ്ങളെയും മൃഗങ്ങളെയും പോലെ ചെടികൾക്കും കുടുംബങ്ങളുണ്ട്. പൈനാപ്പിളിന്റെ കുടുംബത്തിൽപ്പെട്ടതാണ് ബ്രോക്കിനിയ റെഡക്റ്റ. ഇതിന് നേരിയ പിച്ചറുകളുണ്ട്. അത് അൾട്രാവയലറ്റ് ലൈറ്റ് പ്രതിഫലിപ്പിക്കും. പ്രാണികളെ ആകർഷിക്കാൻ ഇതിന്റെ ഗന്ധവും സഹായിക്കും. ഇങ്ങനെയാണ് വെനസ്വേല, കൊളംബിയ, ബ്രസീൽ എന്നിവിടങ്ങളിൽ ഈ ചെടി പ്രാണികളുടെ ജീവിതം അവസാനിപ്പിക്കുന്നത്. ആദ്യമൊക്കെ ഈ ചെടി മാംസഭോജിയാണെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. പിന്നീട് ഇത് ദഹന എൻസൈമുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ടെന്ന് കണ്ടെത്തിയപ്പോഴാണ് ഇത് അപകടകാരിയാണെന്ന് മനസ്സിലാക്കിയത്.
ഡ്യൂയി പൈൻ. ഇതൊരു പൈനല്ല. ഡ്രോസോഫില്ലം ലുസിറ്റാനിക്കം എന്ന് ശാസ്ത്രീയമായി അറിയപ്പെടുന്ന ഇത് ഭൂമിയിലെ ഏറ്റവും അപൂർവമായ മാംസഭോജിയായ ചെടിയാണ്. സ്പെയിൻ, പോർച്ചുഗൽ, മൊറോക്കോ എന്നിവിടങ്ങളിലാണ് ഇത് സാധാരണയായി കാണുന്നത്. ഇതിന് മ്യൂസിലേജ്, പൊതിഞ്ഞ ഇലകളുണ്ട്. ഈ ഇലകൾ മധുരമുള്ള ഗന്ധം പുറത്തുവിട്ട് പ്രാണികളെ ആകർഷിച്ച് കൊടുക്കുന്നു. ദഹന എൻസൈമുകൾ ഉപയോഗിച്ച് ഇരകളെ ദഹിപ്പിച്ച് പോഷകങ്ങൾ വലിച്ചെടുക്കുന്നു. ഹെലിയാംഫോറ. ഈ മാംസഭോജിയായ ചെടിക്ക് കുഴൽ ആകൃതിയിലുള്ള ഇലകളുണ്ട്. ട്രംപറ്റ് പിച്ചറിനെ പോലെ പ്രാണികളെ ആകർഷിക്കാനും കൊടുക്കാനും ദഹിപ്പിക്കാനും ഇതിന് കഴിയും. ഇതിന്റെ ഇലകൾ പിച്ചറിൽ എത്ര വെള്ളമെത്തുന്നു എന്ന് നിയന്ത്രിക്കുന്നു. ഇത് ദഹന എൻസൈമുകൾ നേർന്നു പോകാതെ സംരക്ഷിക്കുന്നു. ട്രംപറ്റ് പിച്ചറിനെ പോലെയാണ് ഇതും ഭക്ഷണം കഴിക്കുന്നത്. റോറിഡുല. തെക്കേ ആഫ്രിക്കയിൽ നിന്നുള്ള റോറിഡുല ഒരു പ്രത്യേകതരം മാംസഭോജിയായ ചെടിയാണ്. ഇതിന് സൺഡ്യൂവിനെപ്പോലെ ഒട്ടുന്ന ഇലകളുണ്ട്. പക്ഷേ ഇതിന് ദഹന എൻസൈമുകളില്ല. പകരം ഇത് പ്രാണികളെ പിടിക്കുകയും ദഹനത്തിനായി പാമറിഡിയ ബഗുകൾക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്നു. ഈ ബഗുകൾ പ്രാണികളെ ദഹിപ്പിച്ച് പോഷകങ്ങൾ പുറത്തുവിടുന്നു. അത് പിന്നീട് റോറിഡുല വലിച്ചെടുക്കുന്നു. ഈ ചെടിക്ക് സ്വയം ദഹിപ്പിക്കാൻ കഴിയാത്ത ഭക്ഷണം കുടുക്കിവെക്കുന്നതുകൊണ്ട് ചിലർ ഇതിനെ ഒരു ദുഷ്ടച്ചെടിയായി കണക്കാക്കുന്നു. ബൈബ്ലിസ്. വടക്കൻ ഓസ്ട്രേലിയയിലും തെക്കൻ ന്യൂ ഗിനിയയിലും കാണുന്ന ഈ പച്ചവേട്ടക്കാരനെ റെയിൻബോ പ്ലാന്റ് എന്നും വിളിക്കുന്നു. കാരണം ഇതിന്റെ മ്യൂസിലേജ് പൊതിഞ്ഞ ഇലകൾക്ക് നല്ല വെയിലുള്ള ദിവസങ്ങളിൽ തിളക്കമുണ്ടാകും. ഇതിന്റെ ഇലകൾക്ക് മധുരമുള്ള നീരും ദഹന എൻസൈമുകളുമുണ്ട്. ചെറിയ പ്രാണികളും ജീവികളും ഇവിടെ കുടുങ്ങുന്നു. ബൈബ്ലിസിന് ഒരു മനുഷ്യനെപ്പോലും കുടുക്കാനും ദഹിപ്പിക്കാനും കഴിയുമെന്ന് അബോറിജിനൽ ഓസ്ട്രേലിയക്കാർ വിശ്വസിച്ചിരുന്നു. എന്നിരുന്നാലും അവർ ഇതിന്റെ ഇലകൾ പശ ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്നു. ബട്ടർവോട്ട്. സൺഡ്യൂവിനെ പോലെ ബട്ടർവോട്ടും പച്ച നിറമുള്ള ഒരു വേട്ടക്കാരനാണ്. ഇതിന് തിളക്കമുള്ള പശ പോലുള്ള പദാർത്ഥം നിറഞ്ഞ വലിയ ഇലകളുണ്ട്. പ്രാണികൾ ഇതിനെ വെള്ളമാണെന്ന് തെറ്റിദ്ധരിച്ച് അതിൽ പറ്റിപ്പിടിക്കുന്നു. അപ്പോൾ ഇലകൾ അകത്തേക്ക് മടങ്ങി ദഹനസ്രവങ്ങൾ പുറത്തുവിടുന്നു. ചെടിപ്പോഷകങ്ങൾ വലിച്ചെടുത്ത ശേഷം ഇലകൾ വീണ്ടും അടുത്ത ഇരക്കായി തയ്യാറെടുക്കുന്നു. ഏകദേശം 80 ഇനം ബട്ടർവോട്ടുകൾ അമേരിക്ക, യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്നു. വീനസ് ഫ്ലൈട്രാപ്പ്. ഡയോണിയ മ്യൂസിപ്യുല എന്നും അറിയപ്പെടുന്ന വീനസ് ഫ്ലൈട്രാപ്പ് ഏറ്റവും പ്രശസ്തമായ മാംസഭോജികളായ ചെടികളിൽ ഒന്നാണ്. യുഎസ്എയിലെ അറ്റ്ലാന്റിക് തീരത്തുള്ള ഈർപ്പമുള്ള കാലാവസ്ഥയിലാണ് ഇത് വളരുന്നത്. ജീവനുള്ളതിനെയും അല്ലാത്തതിനെയും തിരിച്ചറിയാൻ ഈ ചെടിക്ക് കഴിയും. ഒരു പ്രാണിയെ പിടിച്ചാൽ ദഹനം പൂർത്തിയാകുന്നതുവരെ കുടുക്ക് അടഞ്ഞു തന്നെയിരിക്കും. ഇത് അലങ്കാരത്തിനും വീടുകളിലെ പ്രാണികളെ ഒഴിവാക്കാനും ഫ്ലവർ ഷോപ്പുകളിൽ നിന്ന് വാങ്ങാൻ പോലും കഴിയും. കാറ്റോപ്സിസ് ബെർട്ടറോണിയാന. പ്രസിദ്ധമായ ജംഗിൾ ലാന്റേൺ എന്നറിയപ്പെടുന്ന ഈ ചെടി തെക്കൻ ബ്രസീൽ, മധ്യ അമേരിക്ക എന്നിവിടങ്ങളിൽ നിന്നുള്ളതാണ്. ഇതിന് തിളങ്ങുന്ന മഞ്ഞ പൂക്കളുണ്ട്. ഒരു പൊടി പോലെയുള്ള മെഴുക് ഇതിന്റെ ഉപരിതലത്തിൽ പൂശിയിട്ടുള്ളതുകൊണ്ട് ഇതിന്റെ നിറം കൂടുതൽ തിളക്കമുള്ളതായി കാണാം. ഇതിന്റെ കുടുക്കിൽ ദഹനദ്രാവകങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രാണികൾ കുടുങ്ങി ദഹിക്കുന്നു. പ്രാണികളെ ദഹിപ്പിക്കാൻ കഴിവുണ്ടെങ്കിലും ഈ ചെടി യഥാർത്ഥത്തിൽ മാംസഭോജിയാണോ എന്ന് ശാസ്ത്രജ്ഞർക്ക് ഇപ്പോഴും സംശയമുണ്ട്. യെല്ലോ പിച്ചർ. ട്രംപറ്റ് പിച്ചറിനെ പോലെ യെല്ലോ പിച്ചറും സാറാസീനിയ കുടുംബത്തിൽപ്പെട്ടതാണ്. ഇത് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പിച്ചർ ചെടികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു. ഇതിന്റെ കുടുക്കുപോലുള്ള ഇലകളിൽ മധുരമുള്ള തേൻ അടങ്ങിയിട്ടുണ്ട്. അത് പ്രാണികളെ ആകർഷിച്ചു കൊടുക്കുന്നു. മറ്റ് പിച്ചർ ചെടികളിൽ നിന്ന് വ്യത്യസ്തമായി ഇതിന്റെ ഉയരം കൂടിയ മഞ്ഞ പച്ചനിറം കാരണം എളുപ്പത്തിൽ തിരിച്ചറിയാൻ കഴിയും. ഫിൽകോക്സിയ മിനൻസിസ്. അവസാനമായി ബ്രസീലിയൻ സവന്നയിൽ മാത്രം കാണുന്ന വിരകളെ ഭക്ഷിക്കുന്ന ചെടിയായ ഫിൽകോക്സിയ മിനൻസിസ് ആണ്. ഈ വിഷമുള്ള ചെടിക്ക് പിന്നുകൾ പോലെ ചെറിയ ഭൂഗർഭ ഇലകളുണ്ട്. ഈ ഇലകൾ കുടുക്കി ദഹിപ്പിക്കുന്ന ഇരകളിൽ നിന്ന് ലഭിക്കുന്ന പോഷകങ്ങൾ ചുറ്റുമുള്ള മണ്ണിന് വളമിടാനും ഉപയോഗിക്കുന്നു. ഏതായാലും നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ ചെടി ഏതാണെന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.